മൊയ് ഹലോ, എന്റെ പേര് ലിയാമേരി തോമസ്. എനിക്കിപ്പോ 20 വയസ്സായി. അതായത് ഞാൻ ജനിച്ചത് മാർച്ച് 15 2003. ഞാനൊരു കോട്ടയംകാരിയാട്ടോ. എന്റെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ വേറെ ആരുമില്ല. പിന്നെ ഇതൊക്കെ ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാ, ഇതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അതാരും എന്നോട് ചോദിക്കാത്തോണ്ടല്ല, ഞാൻ ആരോട് പറയാൻ പോയിട്ടില്ല. പിന്നെ ഇവിടെ ആയതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നോണ്ട് ഇവിടെ ആരും പോത്തുമില്ല. ഇവിടെ ഞാനും പ്രകാശേട്ടനും മാത്രം. പേടിക്കണ്ട, പ്രേതമൊന്നും അല്ല. അതെ, ഇത് വേണോ? വേണം. മോശല്ലേ? മോശമൊന്നുമില്ല. അവൾ എന്ത് വിചാരിക്കും? അവളൊന്നും വിചാരിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. വേണോ? വേണം. നീ ഇങ്ങ് വന്നേ. ഹായ് ലിയ. എന്താ ലിയോടെ ഒറ്റയ്ക്കിരിക്കുന്നേ? അല്ലേലും ഇലിയക്ക് നമ്മളോട് സംസാരിക്കാൻ എപ്പോഴാ നേരം? ഫുൾ ടൈം ബുക്കിനകത്തല്ലേ. നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? എന്തോ വള്ളിയാണല്ലോ. വാ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇവിടുമാരെ എങ്ങനെ ഇറക്കി വിടും? രണ്ട് തെറി പറഞ്ഞാലും പോകും തോന്നില്ല. ആ, എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. നമുക്ക് പിന്നെ പോവാം. ഇവിടുമാര് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പറയുന്നില്ലല്ലോ. ലിയ, ഞങ്ങള് വന്നതെന്നാന്ന് വെച്ചാല് നീയും ആകാശവും ഒരു പ്രൊജക്ട് ടീമിലല്ലേ? അപ്പൊ എന്നെ ആ ടീമിലേക്ക് സംഭവം എന്താന്ന് വെച്ചാ ഇവള് ആകാശിന്റെ പുറകെ നടക്കുന്ന കാര്യം ലിയക്ക് അറിയാലോ. അപ്പോ ലിയ ഒന്ന് മനസ്സ് വെച്ചാൽ അവളുടെ മാവും പൂക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് അവളിപ്പോ അങ്ങനെ കൊലക്കണ്ട. ലിയ എങ്ങനെങ്കിലും ഒന്ന് സെറ്റാക്കി തരണം, ആ, പ്ലീസ്. ആ, നമുക്ക് ശരിയാക്കാം. സന്തോഷം. മാറങ്ങൾ പോയി. എന്തായാലും ഇങ്ങനെ മാറിക്കണേ. ഓ, കോഡിംഗ് ഒക്കെയാണോ? മാറിക്ക്, ഞാൻ കണ്ട്. എന്റെ അമ്മേ, ഇത്ര വലിയ കോടൊക്കെയോ? റേഷൻ കട മറന്ന് മണ്ണെണ്ണൊക്കെ വാങ്ങണില്ലേ? ഇത് പക്ഷെ ഭയങ്കര എററാണല്ലോ ഇത്. എന്റെ ലീയേ, ഇത്രേ കാര്യത്തിൽ കോഡ് ചെയ്തിട്ട് ഏറ്റവും ബേസിക് സാധനം വല്ല മറന്നു പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം കേട്ടോ. ഹെഡർ ഫയലിലാണ് ഇതൊക്കെ ചെയ്യണേ. ഇടി ഇതിനെക്കാട്ടും വേണ്ടിട്ട് 5ാം ക്ലാസ് പഠിക്കുകയും ചെയ്യും. കഷ്ടം തന്നെ. ശരിയാക്കിയിട്ടുണ്ട്. ബേസിക് സാധനം വല്ല മറന്നു പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം കേട്ടോ. ഹെഡർ ഫയലിലാണ് ഇതൊക്കെ ചെയ്യണേ. ഇടി ഇതിനെക്കാട്ടും വേണ്ടിട്ട് 5ാം ക്ലാസ് പഠിക്കുകയും ചെയ്യും. അല്ല ആപക്ഷമായി ഇപ്പൊ സുഖല്ലേ, ഒരു പണിയില്ല. ഒരു സപ്ലി അടിച്ചു കഴിഞ്ഞാൽ ഈ ആശ്വാസമൊക്കെ മാറില്ലേ? അടി നീ അത്യാവശ്യം എഴുതിണ്ടല്ലോ, ഇതെന്താ ഈ സപ്ലൈ കാര്യം പറയാമെന്ന് പറഞ്ഞത്? എന്റെ കാര്യമല്ല, നിന്റെ കാര്യം ഉദ്ദേശിച്ച്.
നീ വൈവിക്ക് മൂഞ്ചി കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ സമയത്ത് ഒരെണ്ണം പോയിന്ന് പറഞ്ഞ 4. ആ അല്ല ഇന്നലെ കുട്ടി പ്രപ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ അവസ്ഥ? എന്തിനാ ചിരിക്കുന്നത്? അതാ നോക്കൂ, മുറ്റത്തൊരാജ്ഞ. അതെ, ഞാൻ ഇപ്പൊ വരെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അവള് പോയി. ടാ, അവള് പോയിന്ന്. എടാ നീയല്ലാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അയിന് എടാ കൊച്ചിനെ ഒറ്റയ്ക്കാണ്ട് നീ വേറെ എവിടെ കണ്ടിട്ടുണ്ടോ? ആ പറഞ്ഞ ശരിയാ, അവൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്നത്. വല്ലാത്തൊരു സമാധാനം ആയിരിക്കില്ലേ? അല്ല, എന്താ നിനക്കൊരു നോട്ടം? എടാ നീ ആയോണ്ട് ഞാൻ പറയാം, എനിക്ക് അവളെ പണ്ടേ ഇഷ്ടമാണ്. ഇതുവല്ല നടക്കൂ? ഇതിപ്പോ എത്രാമത്തെ? അല്ല, നീ പറഞ്ഞാൽ കാര്യമുണ്ട്. അവൾക്ക് നല്ല ഒതുക്കമുണ്ട്, നല്ല അടക്കമുണ്ട്. പിന്നെ മൊത്തത്തിൽ അവൾക്കൊരു ശാന്തതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചേർച്ചയായിരിക്കും. ഞാൻ പോയിട്ട് പറയും. എന്താ നീ പറയേ? നീ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പണ്ടാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഫുള്ളി കോൺഫിഡൻ്റാ. ഐ ലവ് യു. സത്യം പറഞ്ഞാൽ നീ ഇപ്പൊ പറഞ്ഞ രീതി കൊള്ളാം, പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ പറയണം. പറയൂടെ. പറഞ്ഞിരിക്കടാ. These fucking cunts gives me the creep. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെണ്ണിനെ നോക്കി ഒരുത്തൻ 10 മിനിറ്റ് നോക്കി നിൽക്കുന്നത് കണ്ടാ മനസ്സിലാവും അവന്റെ കൈൻ്റെ അടുത്ത് കിട്ടാത്തോണ്ടാണ്. ലവ്, പ്രേമം. അതെ, നീയെ തേങ്ങിട്ടിരിക്കാം. ഇതെന്തുകൊണ്ടാണ് ഇരിക്കാം? അതെ, എനിക്ക് ബുക്കാണ് വായിക്കുന്നത്. അല്ല, ടിവി. അതെ, എനിക്ക് കുറച്ച് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ പറയണം എന്നൊക്കെ അറിയാൻ പാടില്ല. ഇവൻ ഇതെങ്ങാനും പറഞ്ഞു തീർക്കൂ. അതിപ്പോ ഞാൻ പറയുമെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഞാൻ കുറെ മുമ്പേ കണ്ടപ്പോൾ അതിപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനോട് പറയേണ്ട കാര്യം പോലും പറയാൻ അറിയത്തില്ല. പോയല്ലോ. കണ്ടാലേ അറിയാം ആളൊരു മണ്ടനാണ്. ഇവനെ ഒന്ന് പറ്റിക്കാം. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ഞാൻ Let's make this shit more കുറെ interesting. കാലമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, I love പക്ഷെ you.